നേരം കഴിഞ്ഞാലതാ ചിലന്തി എന്ന ജീവി വരികയാണ്. ചിലന്തി എന്റെ ഭാഷയിൽ ബന്നാത്ത എന്ന് പറയും. എന്റെ നാട്ടിലെ ഭാഷയിൽ ബന്നാത്ത എന്ന് പറയും. ഇവിടെ ചിലന്തി എന്നല്ല പറയാ. ആ ചിലന്തി എന്ന ജീവി വന്നു, ഗുഹയുടെ അടുത്ത് വന്നു. ചിലന്തി വില കെട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നിൽക്കുകയാണ്. ചിലന്തി വില കെട്ടു. ഉമ്മമാരെ, ഇത് കേട്ടിട്ടായിരിക്കും ചില ഉമ്മമാര് സുബ്ഹാന ജല്ല ജലാലുഹു ചില വീട്ടിലങ്ങ് കയറി നോക്കിയാൽ ഒന്നുമില്ലെങ്കിൽ ചിലന്തി വില ഉണ്ടാവും. വീട്ടില് നമ്മളത് നല്ല വൃത്തിയാക്കുന്നവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഭയം കൊടുത്തു, തങ്ങൾക്ക് കാവൽ നിന്നു എന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അത് വേണമെന്നില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ വിലയുള്ള വീടാണോ എന്നാ ദാരിദ്ര്യം പെട്ടെന്ന് വരും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. പിന്നെ ഭർത്താക്കന്മാരെ കച്ചവടത്തിലും ബിസിനസ്സിലും എത്ര കണ്ട് ബർക്കത്ത് കിട്ടാൻ ദ്വാർന്നാൽ എങ്ങനെ ഉത്തരം കിട്ടും? ചില വലിയ വലിയ വീടുകൾ നിർമ്മിക്കുന്നവരുണ്ട്, വേണം, അതൊക്കെ നല്ലതാണ്. പക്ഷേ വലിയ വീടുകൾ ഉള്ളവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ഓരോ മുറിയും ഉപയോഗിക്കുന്നതാകണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു മുറിയിൽ പോയി കിടന്നുറങ്ങണം. ഇത് പലപ്പോഴും മുകളിലെ നില തന്നെ തുറന്നു കൊടുക്കുന്നത് വാതിന് വന്ന ഉസ്താദുമാർക്ക് കിടന്നുറങ്ങാനുണ്ടെങ്കിൽ അന്ന് വിളിച്ചു പറഞ്ഞാൽ സംഘാടകർ ഈ ആചാരെ കാണാൻ വരും. ഇന്ന് വാതിന് വന്ന ഉസ്താദിന് താമസിക്കാൻ സൗകര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൗകര്യം നിങ്ങളെ വീട്ടിലാക്കിയാലോ? ഓ, ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ മുകളിൽ, പേടി എന്താ? അതൊക്കെ കണ്ടറിഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത്. ശരിയാണ്, വാതിന് വന്ന ഉസ്താദ് വാദം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോയി നോക്കുമ്പോ AC ഉണ്ട്, എല്ലാം ഉണ്ട്. AC വേണമെന്നുണ്ടായിട്ടല്ല, എല്ലാം ഉണ്ട്. പക്ഷേ അതിലേറെ പൊടികളുണ്ട്. എന്റെ കാരണം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ മുറി തുറന്നത് തന്നെ ഈ വാലിന് വന്ന ഉസ്താദിന് താമസിക്കാൻ വേണ്ടിയാ. അതിന് മുമ്പ് ഒറ്റ ദിവസം പോയിട്ടും വൃത്തിയാക്കിയിട്ടില്ല, ശുദ്ധിയാക്കിയിട്ടില്ല, വൃത്തിയാക്കിയിട്ടില്ല, ക്ലീൻ ചെയ്തിട്ടില്ല. അങ്ങനെ ആകാൻ പാടില്ല. വൃത്തിയില്ലാത്ത വീട്ടിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ മുറികളും ഉപയോഗിക്കണം, എന്തിനെങ്കിലും ഉപയോഗിക്കണം. ഉപയോഗമില്ലാത്ത വസ്തുക്കളും ഉണ്ടാകാൻ പാടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ചില ആളുകളിൽ സുബ്ഹാനല്ലാഹ് 35 ഡ്രസ് ഉണ്ടാവും, ഒറ്റയടിക്ക് 35 ഡ്രസ് തീരെ ഉപയോഗിക്കാറില്ല. ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, ഭർത്താക്കന്മാരെ ഓരോ കാര്യം പറഞ്ഞ് നിർബന്ധിപ്പിക്കും, ഓരോ വസ്തു ഡ്രസ് വേണമെന്ന്. ചെറിയ പെരുന്നാൾക്ക് ഒരു വസ്ത്രം വാങ്ങി, ഒരു സാരി വാങ്ങി, അത് ഇടുന്നത് എപ്പോഴാ? ചെറിയ പെരുന്നാൾക്ക് മാത്ര. പിന്നെ വലിയ പെരുന്നാൾക്ക് അത് പറ്റൂല, അത് വേറെ തന്നെ വേണം. വലിയ പെരുന്നാൾക്ക് വാങ്ങിയാലോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് റബീഉൽ അവ്വൽക്ക് വേറെ വേണം. വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഗൾഫിൽ നിന്ന്, വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുമ്പോ വലിയ പാക്കും ചെയ്തിട്ടാണല്ലോ ലഗേജ് കൊണ്ടുവരിക. അപ്പൊ ചിലപ്പോ ഈ ഇലക്ട്രോണിക് വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും തട്ടിമുട്ടിയാൽ അതങ്ങ് പൊടിയായി പോകുമെന്ന് പേടിച്ചിട്ട്, പൊട്ടിപ്പോകുമെന്ന് പേടിച്ച് ഒരു നല്ല ബ്ലാങ്കറ്റ് അതിന്റെ ഉള്ളിൽ നിക്ഷേപിക്കും. അപ്പൊ ബ്ലാങ്കറ്റ് ആകുമ്പോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിമുട്ടലൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഓരോ വരവിനും ഓരോ ബ്ലാങ്കറ്റ് ഉണ്ടാവും. ഓരോ മാസം വരും ചെയ്യും. ഒരു മാസം ഇവിടെയാണ്, ഒരു മാസം അവിടെയാണ്. അപ്പൊ ഓരോ മാസം വരുമ്പോ ഓരോ ബ്ലാങ്കറ്റ് കൊണ്ടുവരും. തിരക്കേടില്ല. ഈ കൊണ്ടുവരുന്ന ഓരോ ബ്ലാങ്കറ്റ് ഒരിക്കൽ കൊണ്ടുവന്നപ്പോ വീട്ടിൽ വെച്ചു, അത് ഇയാൾക്കാണ്. പിന്നൊരിക്കൽ കൊണ്ടുവന്നപ്പോഴും വീട്ടിൽ വെച്ചു, ഇയാളെ ഭാര്യക്കാണ്. പിന്നൊരിക്കൽ കൊണ്ടുവന്നപ്പോഴും വീട്ടിൽ വെച്ചു, ഇയാളെ മക്കൾക്കാണ്, എല്ലാവർക്കും ആയി. പിന്നൊരിക്കൽ കൊണ്ടുവന്നപ്പോ അപ്പുറത്ത് അയൽവാസിക്ക് കൊടുത്തു, ഇപ്പുറത്ത് അയൽവാസിക്ക് കൊടുത്തു, പിന്നൊരിക്കൽ പള്ളിയിലെ ഉസ്താദിന് കൊടുത്തു, എല്ലാം കൊടുത്തു. അത് തിരക്കേടില്ല. അതേ സമയത്ത് ഈ കൊണ്ടുവരുന്ന ബ്ലാങ്കറ്റുകൾ മുഴുവനും അതാ വീട്ടിൽ റാക്ക് ഉണ്ട്. റാക്ക് ഉണ്ടാക്കുന്നത് തന്നെ കുറെ മുമ്പൊക്കെ അതുണ്ടായിരുന്നു. ഇപ്പൊ ആരും ആ റാക്ക് ഇഷ്ടപ്പെടാറില്ല. ആ റാക്ക് ഉണ്ടാക്കുന്നത് തന്നെ എന്താ? ഉപയോഗമില്ലാത്ത വസ്തുക്കളെ കൊണ്ടുപോയി അവിടെ വെക്കാനാ. അല്ലെ, അങ്ങനെയല്ലേ? ഉപയോഗമില്ലാത്ത പാത്രങ്ങൾ കൊണ്ടുപോയി അവിടെ വെക്കും, ഉപയോഗമില്ലാത്ത പിന്നെ പുതപ്പും വിരിപ്പൊക്കെ കൊണ്ടുപോയി അവിടെ വെക്കും. അങ്ങനെ ആകാൻ പാടില്ല. എല്ലാം ഉപയോഗിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണം. ചില പാത്രങ്ങളും ഉപയോഗമില്ലാത്ത പാത്രങ്ങൾ വീട്ടിലുണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിറാസുൻ ലിർറജുലി വഫിറാസുൻ ലിൽമർഅതി വഫിറാസുൻ ലിൽളൈഫി വറാബിഉ ലിശ്ശൈത്വാൻ. ഒരു വിരിപ്പ് പുരുഷനുള്ളതാണ്, രണ്ടാമത്തെ വിരിപ്പ് ഭാര്യക്കുള്ളതാണ്, മൂന്നാമത്തെ വിരിപ്പ് ലിൽളൈഫി അതിഥിക്കുള്ളതാണ്. ഇനി മൂന്നും കഴിഞ്ഞിട്ട് ആവശ്യമില്ലാത്ത വിരിപ്പാണോ? വറാബിഉ ലിശ്ശൈത്വാൻ. നാലാമത്തെ വിരിപ്പ് പിശാച് ഉപയോഗിക്കൂ.
കുട്ടികളുണ്ടെങ്കിൽ തിരക്കേടില്ല, അവർക്ക് ഉപയോഗിക്കാം. നാലാമത്തത് എണ്ണം കൃത്യമല്ല. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിന്റെ അർത്ഥം നാലാമത്തെ വിരിപ്പ് ഏത് വീട്ടിലുണ്ടായാലും പുതപ്പ് ഏത് വീട്ടിലുണ്ടായാലും അത് പിശാചിന്റേതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ 4 ഉണ്ടാകാൻ പാടില്ല, 3 ഉണ്ടാകൂ എന്നൊന്നുമില്ല. മറിച്ച് അതിന്റെ അർത്ഥം ഉപയോഗമില്ലാത്ത പുതപ്പും വിരിപ്പുമെന്നാണ്. അത് വീട്ടുകാർ ഉപയോഗിക്കുന്നില്ല എന്ന് കണ്ടാൽ അത് ശൈത്താൻ ഉപയോഗിക്കും കേട്ടോ.